മലപ്പുറത്ത് അവസാന ലാപ്പിൽ പ്രചരണം അങ്ങനെ കൊഴുകുകയാണ്. പാലക്കാട് കോട്ട മൈതാനത്ത് രാഹുൽ ഗാന്ധി രമേശ് പിഷാരടിക്ക് വേണ്ടി ഇന്ന് പ്രചരണത്തിനെത്തും. ശിവരാജ് സിംഗ് ചൗഹാനും പാലക്കാട് എത്തുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി നിലമ്പൂരും പേരാവൂരും മുക്കത്തും മണ്ഡലങ്ങളിൽ പ്രചരണത്തിനെത്തും. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ ഇന്ന് നടക്കും. പ്രകാശ് കാരാട്ട് കാസർഗോഡ് പര്യടനം നടത്തും. അങ്ങനെ നേതാക്കളൊക്കെ തന്നെ വടക്കൻ കേരളത്തിലും സജീവം തന്നെയാണ്. വിവരങ്ങളുമായി എം രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ഒരു ട്രെൻഡും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് വടക്കൻ കേരളത്തിന്റെ ഒരു കാര്യമാണ്. ഇന്നത്തെ ഒരു പ്രചരണം, മൊത്തത്തിലൊരു ട്രെൻഡ്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വടക്കൻ കേരളത്തിൽ പ്രചരണം ഇതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തിയിരിക്കുന്ന അവസ്ഥയിൽ പ്രിയങ്ക ഗാന്ധി ഇന്ന് കണ്ണൂരിലെത്തുന്നു. സണ്ണി ജോസഫിൻ്റെ പ്രചരണത്തിലാണ്. പേരാവൂർ ഇരിട്ടിയിലാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി 11:45 എത്തുന്നത്. അതിനുശേഷം അവർ എടപ്പാൾ, അവരുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള എടപ്പാളിലേക്ക് പോകും. എടക്കര, അതിനുശേഷം ഏറനാട്, പിന്നീട് തിരുവമ്പാടി, ഇങ്ങനെയാണ് അവരുടെ പര്യടനം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും നാളെ വയനാട് അവരുടെ പ്രചരണം നടക്കുക. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ട എന്നാണ് കണ്ണൂരും കോഴിക്കോടും ഉൾപ്പെടെ വയനാട് അത്രയധികം സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നേടിയിട്ടുള്ള ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ കോട്ട കാക്കാനായില്ലെങ്കിൽ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് അത് തീർത്തും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിരിക്കും. ആ ഒരു കരുതലോടുകൂടി തന്നെയാണ് ഇടതുപക്ഷം കരുക്കൾ നീക്കുന്നത്. നമുക്കറിയാം, കണ്ണൂരിൽ വിമതരെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF ഈ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നതും നമുക്ക് കാണാം. അമിത്ഷാ ഇന്നലെ കോഴിക്കോടുണ്ടായിരുന്നു. ഇങ്ങനെ BJP നോക്കുകയാണെങ്കിലും, CPIM നോക്കുകയാണെങ്കിലും, ഒപ്പം തന്നെ UDF നോക്കുകയാണെങ്കിലും, 3 കക്ഷികളെ സംബന്ധിച്ചും നിർണായകമായ അവസാന ലാപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ അവസാന ലാപ്പിൽ പ്രചരണം കൊഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും പരിപാടികളും ആസൂത്രണം ചെയ്ത് കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ഇതേപോലെ തന്നെ വലിയ തരത്തിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഈ മത്സരത്തിൽ നമുക്കറിയാം, പേരാമ്പ്ര മണ്ഡലത്തിൽ LDF കൺവീനറാണ് മത്സരിക്കുന്നത്. LDF കൺവീനറുടെ മണ്ഡലത്തിൽ തന്നെ ഇരു സ്ഥാനാർത്ഥികൾക്കുമെതിരെ മതം പിടിച്ച് വോട്ട് ചോദിക്കുന്നു, മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ധ്രുവീകരണം ഏതെങ്കിലും വിഭാഗങ്ങൾക്കിടയിൽ നടക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് ചോർച്ചകൾ ഉണ്ടാകുമോ എന്നുള്ളത് ഇരു മുന്നണികളെയും സംബന്ധിച്ച് നിർണായകമാണ്. നമുക്കറിയാം, വടക്കൻ കേരളത്തിലെ ഏറ്റവും നിർണായകമായ വോട്ടാണ് സമസ്തയുടേത്. ഇരുവിഭാഗം സമസ്തയുണ്ട്, സമസ്ത EK വിഭാഗമുണ്ട്, ഒപ്പം തന്നെ കാന്തപുരം വിഭാഗമുണ്ട്. ഈ ഇരു വിഭാഗത്തെയും കൂടെ നിർത്താനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത്. ഇതിൽ ആരായിരിക്കും വിജയിക്കുക, വോട്ട് എങ്ങനെയായിരിക്കും വീഴുക? നമുക്കറിയാം, SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFനാണെങ്കിൽ SDPIയുടെ പിന്തുണ LDFനാണെന്ന് തരത്തിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണികളെല്ലാം തന്നെ കരുതലോടുകൂടി പ്രചരണവുമായി മുന്നോട്ട് പോകുന്നതാണ് ശ്രീജ കാണുന്നത്. തീർച്ചയായും രാഗേഷാണ് വിവരങ്ങളുമായി ഇപ്പം ചേർന്ന